Hello, hi dears, welcome back to my new vlog. ദേശാടൻ ബാക്ക് വാട്ടർ റിസോർട്ടിലോട്ടുള്ള ഒരു ഫാമിലി ട്രിപ്പാണ് ആലപ്പുഴയിലെ മുഹമ്മയിലോട്ട്. ആദ്യത്തെ അനുഭവമായതുകൊണ്ടാവാം വളരെ മനോഹരമായിരുന്നു. ഇങ്ങനത്തെ വണ്ടി ഓടിച്ചിട്ടുണ്ടോടാ? എടാ ഇത് നിർത്താൻ അറിഞ്ഞൂടാ. നേരെ അങ്ങ് പോയി വീഴുന്നെന്ന് ആലോചിക്ക. ഇതുപോലെ നമ്മുടെ അടുത്ത് വേറെ പലയിടത്തും പോയെങ്കിൽ മാത്രമേ ഇതും വെച്ച് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. എങ്കിലും എനിക്ക് തോന്നിയത് ഇച്ചിരി കോസ്റ്റ്ലി ആയിരുന്നു എന്നാണ്. ഇവിടുത്തെ ഫുഡ് വളരെ നല്ലത് എന്ന് പറയാനില്ല, അത്യാവശ്യം നല്ലത് അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുവാണെങ്കിൽ അത് നല്ലതായിരുന്നു. നല്ല സ്ഥലം നോക്കി നമ്മൾ പോകുവാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ അവിടെ സ്റ്റേ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു രാത്രി അങ്ങനെ അവിടെ ഇറങ്ങി നിന്ന് ആസ്വദിക്കാനും ഒക്കെ പറ്റുള്ളൂ. പൂളിൽ പോകാനും ഒക്കെ അവിടെ നിന്നെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇതുപോലെ ഒരു നൈറ്റ് ആസ്വദിക്കണമെങ്കിൽ നമ്മളവിടെ സ്റ്റേ ചെയ്യുക തന്നെ വേണം. നമുക്ക് പ്രൈവസിയുമുണ്ട്, എന്നാൽ പുറത്തിറങ്ങി വളരെ സ്വാതന്ത്ര്യത്തോട് നടക്കാനുള്ള ഒരു പെർമിഷനും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആഹാരം എടുക്കാം, അതിന് അവിടെ ഒരു തടസ്സവുമില്ല. പക്ഷെ അവർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മോർണിംഗിൽ എത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദോശയൊന്നും നമുക്കത്ര ഇഷ്ടപ്പെട്ടില്ല, നാൻ സൂപ്പറായിരുന്നു. നമുക്ക് എന്താണ് ആവശ്യമെന്ന് അവരെ അറിയിച്ചാൽ അവരത് നമുക്ക് അറേഞ്ച് ചെയ്ത് തരും. അങ്ങനെ ബോട്ടിങ് വേണം എന്നുള്ള നമ്മളുടെ ആവശ്യപ്രകാരം അവർ അറേഞ്ച് ചെയ്ത് തന്നതാണ്. പക്ഷെ നല്ല റേറ്റ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളത് റേറ്റ് നോക്കിയിട്ടും കാര്യമില്ല, ഇതേ അവിടെ കിട്ടുകയുള്ളൂ. ഇതിനു മുന്നേ ബോട്ടിൽ കയറിയിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ഇങ്ങനൊരു യാത്ര ആദ്യമായിട്ടാണ്. നല്ലതുപോലെ എൻജോയ് ചെയ്തു. ഒരു യാത്ര നല്ലതുപോലെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും തോന്നിപ്പോവും ഇനിയും ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ഇതുപോലൊരു അവസരം ഉണ്ടാകണേന്ന്. അവിടെ തന്നെയുള്ള പാതിരാമണൽ എന്നു പേരുള്ള ഒരു ഐലൻഡിലോട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ സ്പീഡ് ബോട്ടുമൊക്കെ പോകുന്നു. അപ്പോൾ അപ്പോഴേ പിള്ളേർ പറഞ്ഞു നമുക്ക് അതിലൊന്ന് കയറിയാലോ എന്ന്.
ബോട്ടിൽ നിന്ന് തന്നെ സ്പീഡ് ബോട്ടിലോട്ട് കയറുമായിരുന്നു കരയ്ക്ക് എത്തുന്നതിന് മുന്നേ. എത്ര പ്രാവശ്യം ആലോചിച്ചെന്നറിയോ, നിരുത്സാഹപ്പെടുത്തി, എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. എങ്കിലും പിള്ളേരുടെ ഒരു ആഗ്രഹപ്രകാരം എന്നാൽ ഒന്ന് കയറണമല്ലോ, ആ ഒരു ധൈര്യത്തിൽ അങ്ങ് കയറി. ഇതും വേണമല്ലോ, എല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. പക്ഷേ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ബോട്ടിംഗ് ആണിത്, ഈ സ്പീഡ് ബോട്ടിലെ യാത്ര. സത്യത്തിൽ സ്പീഡ് ബോട്ടിൽ കയറിയില്ലായിരുന്നെങ്കിൽ അത് മിസ്സായി പോയേനെ. സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി. ഇതാണ് ഞാൻ പറഞ്ഞ ഐലൻഡ് പാതിരാമണൽ. ഇവിടെ എല്ലാത്തിനും കണക്കുണ്ട്, മരങ്ങൾക്കും എല്ലാം കണക്കുണ്ട്. ഉള്ളിലോട്ട് നമുക്ക് പോയി നോക്കാം. പ്രത്യേകിച്ച് വനമാതിരിയുള്ള കാഴ്ചകളും ഒക്കെയാണ്, പിന്നെ ഇരിക്കാനായിട്ടൊക്കെയുള്ള സ്ഥലങ്ങളും ഒക്കെ. പക്ഷേ ഏറ്റവും കൂടുതൽ ആകർഷണീയമായി തോന്നിയത് ഈ ഊഞ്ഞാലാണ്. അവിടെ ഇഷ്ടം പോലെ ഊഞ്ഞാൽ, ഒരു 5-8-10 ഊഞ്ഞാലെങ്കിലും കാണും. ഒരേ സമയത്ത് ഒരുപോലെ എല്ലാവർക്കും ഊഞ്ഞാലാടാം. ഈ യാത്രയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലും ആ സ്പീഡ് ബോട്ടും ആയിരുന്നു. അത് നല്ലതുപോലെ ഞങ്ങൾ ആസ്വദിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കുട്ടികളായി. പിള്ളേർ മാത്രമല്ല, ഞങ്ങളെല്ലാം കുട്ടികളായി. അതാണ് അതിലെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. എല്ലാവരും അത് ആസ്വദിച്ചു. യഥാർത്ഥത്തിലൊരു വ്ളോഗിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോ ഷൂട്ടിങ്ങോ ഒന്നും നടന്നിട്ടില്ല. എന്നാലും എൻ്റെ കയ്യിലുള്ള ഫോട്ടോസും വീഡിയോസും വെച്ച് ഞാനതൊരു വ്ളോഗാക്കി മാറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഈ ഊഞ്ഞാൽ ആ റിസോർട്ടിൽ തന്നെയുള്ള ഒരു കുഞ്ഞു ഊഞ്ഞാലായിരുന്നു. കൈ താത്തുപിടി. എന്നെ ചേട്ടൻ ഇതിലെ സ്പീഡിലാട്ടി. ആ കയറിന്ന് വിട്ടിട്ട് മരത്തിൽ പിടി. അച്ഛൻ വീണോ? ഇത്രയും വലുതായിട്ട് പോണം. ഇനി അമ്മ കാല് അമ്മ ഇത്ര സ്പീഡിലാട്ടണേ. മരത്തിന്റെ പൊക്കത്ത് ആ മരത്തിൽ തൊടഞ്ചു. മരത്തിൽ തൊട്. മതി ചേട്ടാ, മതി. അവളെങ്ങാനും താഴെ വീണ തീർന്ന്. അവനെന്റെ കൊച്ചിനെ ഇപ്പൊ
ഇതിൽ നീന്തൽ അറിയാവുന്ന രണ്ട് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ചേട്ടനും പിന്നെ സഞ്ജു. പിന്നെ എനിക്കോ പിള്ളേർക്കോ അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വെറുതെ വെള്ളത്തിലിറങ്ങിയിട്ട് ചുമ്മാ കൈകാലിട്ട് അടിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഒരു രസമായിരുന്നു. ധൈര്യമായിട്ട് ഇറങ്ങി നിൽക്കാമല്ലോ, താഴ്ന്നു പോകത്തില്ല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. വെള്ളത്തിൽ വേറെ തെന്നി പോകത്തില്ല, അങ്ങനെയൊക്കെയുള്ള ധൈര്യം കൊണ്ട് ഞങ്ങളും ഇറങ്ങി. എന്നാലും രസമായിരുന്നു. അപ്പുറത്തോട്ട് അങ്ങോട്ട് എത്തിയിട്ട് ഇങ്ങോട്ട് ഒഴിക്കല്ല, ഇങ്ങോട്ട് ഒഴിക്കരുത്, എൻ്റെ ദേഹത്ത് വീഴരുത്. തുപ്പ്. ആ മലന്ന് നീന്തിക്കും. ആ എങ്ങനെ അച്ഛൻ ചെയ്യുന്നേ? അച്ഛൻ ഇതായിരുന്നു പണ്ട് ജോലി. ക്ലാസ് കട്ട് ചെയ്ത് അച്ഛൻ. ചേട്ടാ ഇങ്ങ് വാ. കളിക്ക് ഇവിടെ രണ്ടുപേര്. ഇവിടെ കപ്പിളാണ് എല്ലാരും, ഞാൻ മാത്രം ഒറ്റ. അവിടെ 2 പേര്, ഇവിടെ 2 പേര്. നീ സിംഗിൾ. കൊള്ളാം. ആ കോപ്പിയടി കൊള്ളാം. ആള് മുങ്ങി. ഇവർ 2 പേരും കൂടെ അവിടെ എന്തോ ചെയ്യുക, എടുത്ത് കളിക്കുന്നു. അയ്യേ എത്തിയില്ലേ. നിങ്ങൾ അതുകൂടെ കളിക്കും. നിങ്ങൾ എന്ത് ഇവിടെ? ആ ചെയ്. നേരം വെള്ളത്തിൽ കളിക്കുകയും ബോൾ തട്ടി കളിക്കുകയും അങ്ങനെ കുറേ ആക്ടിവിറ്റീസുകളായിട്ട് ഞങ്ങൾ എല്ലാവരും വെള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കരയ്ക്ക് കയറിയപ്പോഴാണ് ഒരു സത്യം മനസ്സിലാക്കുന്നത്. ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല. ആദ്യമായിട്ട് ഇങ്ങനെ പൂളിൽ ഇറങ്ങിയിട്ട് കയറിയപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ അനുഭവമായിരുന്നു അത്. അപ്പോൾ സ്പേസിൽ പോയിട്ട് വരുന്നവരെ സമ്മതിക്കുക തന്നെ വേണമല്ലോ. വെള്ളത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഭാരമില്ലല്ലോ. വെള്ളത്തിൽ നിന്ന് കയറി കഴിയുമ്പോഴേക്കും നമുക്ക് അത്രയും ഭാരവും കൂടെ തോന്നും, ഇരട്ടി ഭാരം ഉള്ളതുപോലെ തോന്നും. നീന്തൽ ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ദിവസമായിരുന്നു അത്. അപ്പോൾ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.